6 വയസ്സുകാരിയെ പുലി പിടിച്ചതിന്റെ നടുക്കത്തിൽ തമിഴ്നാട് കേരള അതിർത്തിയായ വാൽപ്പാറ പെൺകുട്ടിയുടെ മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സമീപത്തെ തേയിലത്തോട്ടത്തിലായിരുന്നു ഈ മൃതദേഹം. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് ஜார்க்கண்ட் സ്വദേശികളുടെ குட்டியை புலி பிடிச்சது. மழை அதிகமாக பெஞ்சனால சற்று தொய்வு ஏற்பட்டுச்சு அந்த தேடும் பணி. அவங்க குடியிருப்பு பகுதியிலிருந்து சுமார் 1.5 கிலோமீட்டர் வன தேயிலத்தோட்ட பகுதி கடந்து 1.5 கிலோமீட்டர் தொலைவில் இருக்கிற வனப்பகுதியில் இந்த உடல் சுமார் ஒரு 12 மணி அளவில் கண்டுபிடிச்சிருக்காங்க. இது என்னன்னா வடமாநிலக்காரங்க அந்த இறைச்சி எல்லாம் பக்கத்திலே வீட்டுக்கு பக்கத்திலே போடுறதுனால சிறுத்தைகளும் வந்துடுது. அடர்ந்த வனப்பகுதியாக இருக்கிறதுனால சுற்று பாதுகாப்பு இல்லாத சூழ்நிலையில் வீட்டு அருகே சிறுத்தை யானை இது வந்துடுது. ഈ സംഭവം നടന്ന വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുകയാണ്. സൂരജ്, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ വാർത്ത വന്നപ്പോൾ അതൊരു ആ കുടുംബത്തിൻ്റെ പരാതി എന്ന രീതിയിലാണ് വന്നത്. പുലി പിടിച്ചു എന്നൊരു പരാതി എന്ന രീതിയിൽ. പിന്നീട് കുഞ്ഞിൻ്റെ വസ്ത്രമൊക്കെ ലഭിച്ചിരുന്നു. പക്ഷെ അപ്പോഴും പുലി പിടിച്ചതാണോ അതുമല്ല മറ്റെന്തെങ്കിലും സംഭവമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബം പറഞ്ഞത് പുലി പിടിച്ചു എന്നുള്ള ഇതിൽ തന്നെയാണ്. അതിപ്പം ശരി വെക്കുന്നു. സംഭവങ്ങൾ ഇപ്പോൾ എന്താണെന്ന് വ്യക്തമായിട്ടുണ്ട്. പുലി പിടിച്ചതാണെന്ന് വ്യക്തവുമാണ്. മാത്രമല്ല പാതി ഭക്ഷിച്ച നിലയിൽ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ നിന്ന് ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം ഭീകരമാണ് സംഭവങ്ങൾ. എന്താണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? നേരത്തെ വന്ന പല പ്രതികരണങ്ങളിലും അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളും രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നത് ഇത്തരത്തിൽ പല നിർദ്ദേശങ്ങളും നൽകിയിരുന്നു, ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. 6 മണിക്ക് ശേഷം കുട്ടികളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് ഒരു പോംവഴി എന്നതൊരു ബാക്കിയാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എന്താണ് ആ മേഖലയിൽ നിന്നും അവിടുത്തെ പ്രദേശത്ത് നിന്നും നിൽക്കുമ്പോൾ സൂരജിന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇവിടെ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം പതിവാണോ? എന്താണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? പ്രജിൻ, ഏറെ സങ്കടപ്പെടുത്തുന്ന നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 6 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ഒരു മുഖവും ഒരു കൈയും ഒരു കാലും മാത്രമാണ് ബാക്കി പുലി പോയിരിക്കുന്നത്. അതും ഒരു പാറയിടുക്കിൽ നിന്ന് ലഭിച്ച മൃതദേഹമാണ്. അത് കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള മൃതദേഹമാണ്. പ്രജിൻ, ഇതാണ് അവർ താമസിച്ചിരുന്ന ലയം. ഈ ലയത്തിന്റെ ഈ വാതിൽ, ഈ കുട്ടി ഈ വീടിനകത്തിരുന്ന് കളിക്കുകയായിരുന്നു. അതിനുശേഷം ഈ അമ്മ പുറത്തെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പാത്രത്തിലെ വെള്ളം നിറഞ്ഞപ്പോൾ ആ വെള്ളം വയ്ക്കുന്നതിന് വേണ്ടി അമ്മ അകത്തേക്ക് പോയി. ആ സമയത്താണ് കുട്ടി ഈ വാതിൽപ്പടിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നത്. ഈ വാതിൽപ്പടിയിൽ നിന്നിരുന്ന കുട്ടിയെയാണ് പിന്നീട് പുലി ഇവിടെ നിന്ന് കടിച്ച് എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടെയൊക്കെ കുട്ടിയെ വലിച്ചുകൊണ്ട് പോയത് നമുക്ക് കാണാം. ഈ പൈപ്പിനോട് ചേർന്ന ഭാഗത്തൊക്കെ നമുക്കിത് കാണാൻ പറ്റും. കുട്ടിയെ വലിച്ചുകൊണ്ട് പോയ പാടാണ് കാണുന്നത്. അങ്ങനെ വലിച്ച് പുലിയെ ഈ ഭാഗത്ത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് എത്തുന്ന സമയത്താണ് ഈ അമ്മ കാണുന്നത് ഈ ഭാഗത്ത് വെച്ചാണ്. അപ്പോൾ അമ്മ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടി എത്തുമ്പോഴേക്കും പുലി തേയിലത്തോട്ടത്തിലേക്ക് ഓടി മറയുകയായിരുന്നു. ഈ തേയിലത്തോട്ടമാണ്, ഇതിന് ഈ ഭാഗത്തേക്ക് ഓടി മറഞ്ഞു. അമ്മ ഈ കുട്ടിക്ക് പിന്നാലെ പാഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്, പുലിക്കൊക്കെ പിന്നാലെ. പക്ഷേ ഇത് നമുക്ക് കാണാം, ഇങ്ങോട്ടേക്ക് പുലി ഓടി മറഞ്ഞാൽ പിന്നീട് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെ ഓടി മറഞ്ഞതിന് ശേഷം ഈ പുലി ഉൾക്കാട്ടിലേക്ക് മറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ രാത്രി എല്ലാം വൈകിയൊക്കെ വലിയ തിരച്ചിലാണ് ഈ മേഖലയിൽ നടത്തിയത്. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഇന്നലെ രാത്രി ഈ കുട്ടിയെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇവിടെ നിന്ന് അല്പം മാറി, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന് അല്പം മാറിയാണ് ഈ കുട്ടിയുടെ വസ്ത്രത്തിന്റെ ഭാഗം ആദ്യം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വീടിനോട് ചേർന്ന് ഈ പുലിയുടെ കാൽപ്പാട് കൂടി സ്ഥിരീകരിച്ചതോടെയാണ് കുട്ടിയെ പുലി പിടിച്ചതാണ് എന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അതോടുകൂടി വലിയ രീതിയിലുള്ള തിരച്ചിലേക്ക് ഇന്നലെ രാത്രിയൊക്കെ മാറി. പക്ഷേ ഇന്നലെ രാത്രി ഈ മേഖലയിലെല്ലാം തന്നെ കനത്ത മഴയായിരുന്നു പെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ദുഷ്കരമായിരുന്നു. പക്ഷേ ആ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരുന്നു ഇന്നലെ നടത്തിയത്. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഒരു ലീഡും ഇന്നലെ ഇത് സംബന്ധിച്ച് പിന്നീട് ഇവർക്ക് ലഭിച്ചിരുന്നില്ല. അതിനിടയിൽ ഇന്ന് ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി. 2 സംഘങ്ങളായി ഡോഗ് സ്ക്വാഡ് തിരിഞ്ഞു. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം നേതൃത്വത്തിൽ മറ്റ് സംഘങ്ങളായി എല്ലാം തിരിഞ്ഞ് ആദ്യഘട്ടത്തിൽ രാവിലെ 7 മണിക്ക് തന്നെ ആ സംഘം ഒന്നിച്ചു ചേർന്ന് വിവിധയിടങ്ങളിൽ തെരച്ചിൽ നടത്തി. അപ്പോഴും ഒരു തരത്തിലുള്ള കുട്ടിയെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല.